നമസ്കാരം. ഇത്തവണ കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡിയിലെ എല്ലാ ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നിവിടെ എടുത്തിരിക്കുന്നത് പോളിഗണെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ റെഗുലർ പോളിഗൺ the number of diagonals is 9. Find the difference between one interior angle and one exterior angle. പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് ഷേപ്പിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ലൈൻ വരച്ചു. ഇത് ക്ലോസ്ഡ് ആണോ? അല്ല. ഈ ഒരു സൈഡ് ഓപ്പൺ ആണ് അല്ലേ? അപ്പൊ ഇത് പോളിഗൺ അല്ല. ഇത് നോക്കിക്കേ, ഇത് മൂന്ന് സൈഡ് ചേർന്ന് അത് ക്ലോസ്ഡ് ആയി അല്ലേ? ട്രയാങ്കിൾ. അപ്പൊ ഇതൊരു പോളിഗൺ ആണ്. ഇതോ ക്വാഡ്രിലാറ്ററൽ. ഇത് പോളിഗൺ ആണ്. ഇതുപോലെ തന്നെ പെന്റഗൺ, ഹെക്സഗൺ ഇതെല്ലാം പോളിഗൺസ് ആണ്. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന പോളിഗണിന്റെ എല്ലാ സൈഡും അതുപോലെ അതിന്റെ എല്ലാ ഇന്റീരിയർ ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് റെഗുലർ പോളിഗൺ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ തന്ന് ഇതിന്റെ ഈ സൈഡ്, ഈ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ അതിന്റെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അല്ലേ? ഇത് ഇന്റീരിയർ ആംഗിൾ, ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പം ഇതിന്റെ ഇന്റീരിയർ ആംഗിൾ മൂന്നും ഈക്വൽ ആയിരിക്കും. അതാണ് റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ഞാൻ തരുന്ന ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എല്ലാം നിങ്ങൾ എഴുതി വെച്ച് റിവൈസ് ചെയ്യണം. നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഇൻ എ റെഗുലർ പോളിഗൺ ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഈസ് 9. അപ്പൊ ഒരു റെഗുലർ പോളിഗണിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നോക്ക്, ഒരു റെഗുലർ പോളിഗണിന്റെ നമ്പർ ഓഫ് ഡയഗണൽസ് കാണാനുള്ള ഇക്വേഷൻ ആണ് n × n-3/2. ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡയഗണൽസ്. മനസ്സിലായോ? ഇതില് n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ആ റെഗുലർ പോളിഗൺ എത്ര സൈഡ് ഉണ്ട്, സൈഡിന്റെ എണ്ണമാണ് n എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആ തന്നിരിക്കുന്ന പോളിഗൺ എത്ര സൈഡ് ഉണ്ടെന്ന് അറിയുമോ? ഇല്ല. പക്ഷെ എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നേ? 9. അപ്പൊ ഇക്വേഷനോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ n × n-3/2 = 9 എന്ന് കിട്ടും. അപ്പം ഈ ഡിനോമിനേറ്ററിനെ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ? അപ്പൊ n × n-3 = 9 × 2 എത്രയാവും? 18. നോക്കിക്കേ, ഇതിന് നമുക്ക് n-ന്റെ വാല്യൂ എന്ത് കിട്ടും? നോക്കിക്കേ, n-ന് 6 എന്ന് കൊടുത്തേ. 6 × 6 - 3. നോക്കിക്കേ, 6 - 3 എന്ന് പറഞ്ഞാൽ എത്ര? 3. 6 × 3 18. അപ്പൊ n-ന്റെ വാല്യൂ, നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 6 എന്ന് കിട്ടി അല്ലേ? നമ്പർ ഓഫ് സൈഡ്സ് 6 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, നമുക്ക് ചോദിച്ചിരുന്ന ചോദ്യം എന്താണ്? Find the difference between one interior angle and one exterior angle. അപ്പോൾ 6 സൈഡ് ഉള്ള റെഗുലർ പോളിഗൺ ആണ്. അപ്പൊ അതെന്താണ്? ഹെക്സഗൺ ആണ് അല്ലേ? ഒരു ഹെക്സഗൺ ആണ് തന്നിരിക്കുന്നത്. 6 സൈഡുള്ള പോളിഗൺ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ഇന്റീരിയർ ആംഗിളും, നോക്കിക്കേ, ഇത് നമുക്ക് എടുക്കാം. ഒരു ഇന്റീരിയർ ആംഗിളും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനും ഇക്വേഷൻ ഉണ്ട്, എക്സ്റ്റീരിയർ ആംഗിളും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഒരു റെഗുലർ പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഇല്ലേ? ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എവിടെയാണ്? ഇവിടെ. ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എവിടെയാണ്? ഇവിടെ അല്ലേ? അപ്പൊ ഇതിന് 6 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട് അല്ലെ? ഇവിടെയായിട്ട്. അപ്പൊ ഈ എക്സ്റ്റീരിയർ ആംഗിളിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 360 ആയിരിക്കും. ടോട്ടൽ വാല്യൂ. അപ്പൊ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? 360/n ആയിരിക്കും
അല്ലെ, നമ്പർ ഓഫ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇപ്പൊ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. നമ്പർ ഓഫ് ഡയഗണൽസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × n-3/2. അത് വെച്ച് നമ്മൾ എത്ര സൈഡുള്ള പോളിഗൺ ആണെന്ന് കണ്ടുപിടിക്കുക. ചോദിച്ചത് ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിച്ച അടുത്ത നമുക്ക് 180 മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ നോക്കിക്കേ, നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ നോക്കാം. ഒരു റെഗുലർ പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി 360/n ചെയ്താൽ മതി. അതാണ് ഇക്വേഷൻ അല്ലേ? കാരണം എന്താ, ആ എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 360 കിട്ടും. അപ്പോ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 360 നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് സൈഡ് എത്രയായിരുന്നു? 6 അല്ലേ? അപ്പം 360/6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? ഇപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? അപ്പൊ അതിന്റെ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇതും എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇത് എത്രയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ, ഒരു രേഖ ഇതില്ലേ അതിന് എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലെ? ഇത് ടോട്ടൽ എന്ന് പറയുന്നത് 180 ആയിരിക്കും. അതില് ഇത് 60 ആണെങ്കിൽ ഈ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് ഈ കണ്ടുപിടിച്ച 60 അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ആൻസർ 120 എന്ന് കിട്ടി. അപ്പൊ ഇന്റീരിയർ ആംഗിൾ എത്രയാ കിട്ടിയത്? 120. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ 120 മൈനസ് 60. ആൻസർ എത്ര കിട്ടി? 60. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ്? 60. ഞാൻ ആ ഇക്വേഷൻസ് ഒന്നും കൂടെ പറയാം. ഒരു റെഗുലർ പോളിഗൺ, അതിന്റെ നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് n × n-3/2. അതുപോലെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ, ഓരോ എക്സ്റ്റീരിയർ ആംഗിളും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 360/n. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ടോട്ടൽ വാല്യൂ എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാം കൂടെ സം എത്രയാണ്? 360. ഇനി ഒരു ഇന്റീരിയർ ആംഗിൾ, ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്നുണ്ട്. ഒരു ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു റെഗുലർ പോളിഗണിന്റെ എല്ലാ ഇന്റീരിയർ ആംഗിളും കൂടെ ചേരുമ്പോൾ ഉള്ള വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ നോക്കിക്കേ, ഇതൊരു ഹെക്സഗൺ ആണ്. ഇതിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ എല്ലാം കൂടി തുക എന്ന് പറയുന്നത് n-2 × 180 ആണ് അല്ലേ? ഇപ്പൊ എന്താണ്? സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾ, സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾ ഓഫ് പോളിഗൺ, റെഗുലർ പോളിഗൺ എത്രയാണ്? n-2 × 180 അല്ലേ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ n-2 × 180 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഒരു ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും? one interior angle equal to n-2 × 180/n അല്ലേ? സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പം ഇവിടെ ഞാൻ ടോട്ടൽ ഇപ്പൊ 4 ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഇത് 4ഉം ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 ഇക്വേഷനും അറിയാമെങ്കിൽ, ഇതിന്റെ കൂടെ ഒരു ഇക്വേഷൻ കൊണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാം കൂടെ 360. ഈ 4 ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പോളിഗണെ ബേസ് ചെയ്തുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഇതിൽ ഏതെങ്കിലും ഇക്വേഷൻ വെച്ച് ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The HCF and LCM of two numbers are 18 and 1296 respectively. If one of the number is 162, find other one. ഈ ഗ്രൂപ്പ് ഡി എക്സാമിലെ എപ്പോഴും സിമ്പിൾ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അതിലൊരെണ്ണമാണ് ഇത്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്കം മേടിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. HCF ഉം LCM ഉം തരും, എന്നിട്ട് ഒരു നമ്പരും തരും. അങ്ങനെയാണെങ്കിൽ
രണ്ടാമത്തെ നമ്പർ എത്രയാണ്? ഇതാണ് സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. രണ്ട് നമ്പേഴ്സ് തരികയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് HCFും LCMും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുന്നത്. മനസ്സിലായോ? എഴുതാം. പ്രോഡക്റ്റ് ഓഫ്, ഇപ്പൊ രണ്ട് നമ്പർ തരികയാണ്. ഇഫ് ടു നമ്പേഴ്സ് ആർ ഗിവൺ, then പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, തരുന്ന രണ്ട് നമ്പറിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു HCF ഇൻറ്റു LCM. നോക്കിക്കേ, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു നമ്പർ എത്രയാണ്? 162. രണ്ടാമത്തെ നമ്പർ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അതിനെ X എന്ന് വിളിച്ചു. HCF എത്രയാണ് തന്നിരിക്കുന്നത്? 18. LCMോ 1296. അപ്പം സെക്കൻഡ് നമ്പർ എങ്ങനെ കിട്ടും? X ഈക്വൽ ടു ഈ 162നെ ഈക്വലിന് അപ്പുറം പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തതുകൊണ്ട് ഈക്വലിന് അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 18 ഇൻറ്റു 1296 ഡിവൈഡഡ് ബൈ 162. ഇനി രണ്ടു കൊണ്ട് വെട്ടിയാൽ ഇവിടെ എത്ര കിട്ടും? 9. ഇവിടെയോ 81. 9ഉം 81ഉം കൂടെ വെട്ടിയാലോ ഇവിടെ 9 എന്ന് കിട്ടും അല്ലേ? അപ്പം 9ഉം ഇതും കൂടെ വെട്ടിയാൽ എത്ര കിട്ടും? 9 ഒരു പ്രാവശ്യം ഇവിടെ വരുമ്പോ എത്ര കിട്ടും? 39. 39 അത് എത്രയാ? 4 പ്രാവശ്യം 36 വരും, പിന്നെയും 36. അപ്പൊ ആൻസർ എത്ര കിട്ടി? 144. അപ്പൊ സെക്കൻഡ് നമ്പർ എത്രയാണ്? 144. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആകെ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് വേറൊരു കാര്യമുണ്ട്, HCF എന്താണ്, LCM എന്താണ്, ഇതൊക്കെ കുറച്ച് നമ്പർ തന്നിട്ട് അതിന്റെ HCF കാണാൻ പറയും, LCM കാണാൻ പറയും. അതുപോലെ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഷിഫ്റ്റിൽ ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈക്വൽ ടു HCF ഇൻറ്റു LCM. അതിൽ HCF തരും, LCM തരും, ഏതെങ്കിലും ഒരു നമ്പർ തരും. അപ്പൊ ഈ രീതിയിൽ ചെയ്യുക. ഓക്കെ.